നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. വരാക്കര പാടശേഖരത്തിലും സമീപ പ്രദേശങ്ങളിലും കർഷകർക്ക് വലിയ തലവേദനയായിരുന്ന 2 കാട്ടുപന്നികളെയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിയോഗിച്ച ഷൂട്ടർ വെടിവെച്ചത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഉൾപ്പെട്ട തെക്കേക്കര, പുളിഞ്ചോട്, വരാക്കര പാടശേഖരങ്ങൾ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ കുറെ കാലമായി കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കൂട്ടമായി എത്തുന്ന പന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അംഗീകൃത ഷൂട്ടറുടെ സഹായം തേടിയത്. പഞ്ചായത്ത് അംഗം സിനി ബിജുവിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് നിയോഗിച്ച ഷൂട്ടർ സുദർശൻ മത്തോളിയാണ് 2 കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നത്. ദൗത്യത്തിൽ കർഷകരായ രാജു കിഴക്കൂടൻ, MN ശശിധരൻ, NK പ്രദീപ് എന്നിവരും പങ്കാളികളായി. ജനവാസമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ പെറ്റുപെരുകുന്നത് കർഷകർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. വെടിവെച്ച് കൊന്ന പന്നികളെ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ച് കുഴിയെടുത്ത് മണ്ണെണ്ണയൊഴിച്ച് കുഴിച്ചിട്ടു. വിവിധ പാടശേഖരങ്ങളിലും കൃഷിഭൂമികളിലും പരിശോധന തുടരുമെന്നും കാട്ടുപന്നി ശല്യം ഒഴിവാക്കാൻ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അറിയിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഫെബ്രുവരി 28-ന് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഫെബ്രുവരി 28-ന് രാവിലെ 8-ന് വനമന്ത്രി AK ശശീന്ദ്രനും റവന്യൂ മന്ത്രി കെ രാജനും മറ്റു മന്ത്രിമാരും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരിക്കും സുവോളജിക്കൽ പാർക്കിലേക്ക് പൊതുജനങ്ങളുടെ ആദ്യ സന്ദർശനം. 14 ആവാസ വ്യവസ്ഥകളിലേക്കാണ് വിവിധ മൃഗങ്ങൾ എത്തിയത്. തൃശൂർ മൃഗശാലയിലെ മാനുകൾ, കടുവ, കാട്ടുപോത്ത്, ചീങ്കണ്ണികൾ, സിംഹവാലൻ, കുരങ്ങുകൾ ഉൾപ്പെടെ 330 മൃഗങ്ങളെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. ജിറാഫ് ഉൾപ്പെടെയുള്ള വിദേശ മൃഗങ്ങളെ കൊണ്ടുവരുന്നതിലേക്ക് 4 കോടി രൂപ അഡ്വാൻസ് നൽകിയതായും മന്ത്രി പറഞ്ഞു. സുവോളജിക്കൽ പാർക്കിൽ എത്തുന്നവർക്ക് ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുന്നതിനായി കഫറ്റീരിയയും 4 ഫുഡ് കിയോസ്കുകളും ടോയ്ലറ്റ് ബ്ലോക്കുകളും സജ്ജമായതായും മന്ത്രി പറഞ്ഞു. പെറ്റിംഗ് സൂ 2026 മാർച്ച് മാസത്തിൽ പണി തുടങ്ങി 3 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും സുവോളജിക്കൽ പാർക്കിലേക്കുള്ള പ്രവേശനം. മറ്റ് മൃഗശാലകളിലെ പോലെ തന്നെ തിങ്കളാഴ്ചകളിൽ സുവോളജിക്കൽ പാർക്കിനും അവധിയായിരിക്കും. ഹൈപ്പവർ കമ്മിറ്റി യോഗം ചേർന്ന് പ്രവേശന ടിക്കറ്റ് നിരക്കുകൾ തീരുമാനിച്ചതായും മന്ത്രി പറഞ്ഞു. മുതിർന്നവർക്ക് 100 രൂപയും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയും മുതിർന്ന പൗരന്മാർക്ക് 50 രൂപയും ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് പ്രവേശനം സൗജന്യവുമായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഹെഡ്മാസ്റ്ററുടെയോ പ്രിൻസിപ്പലിന്റെയോ അനുമതിയോടെ സ്കൂൾ യൂണിഫോമിൽ ഗ്രൂപ്പായി വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇളവുകളോടെയുള്ള പാക്കേജുകളും ഒരുക്കിയിട്ടുണ്ട്. കിൻഡർഗാർട്ടൻ, LKG, UKG മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് 30 രൂപ നിരക്കിലും 20 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക അല്ലെങ്കിൽ ജീവനക്കാരൻ എന്ന നിലയിൽ ഒരാൾക്ക് 30 രൂപ നിരക്കിലും പ്രവേശനം അനുവദിക്കും. ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിങ്ങിനായി 25 രൂപയും ഓട്ടോറിക്ഷകൾക്ക് 30 രൂപയും കാർ അല്ലെങ്കിൽ ജീപ്പ് എന്നിവയ്ക്ക് 100 രൂപയും 32 സീറ്റുകൾ വരെയുള്ള വാൻ അല്ലെങ്കിൽ ടെമ്പോ അല്ലെങ്കിൽ മിനി ബസ് എന്നിവയ്ക്ക് 175 രൂപയും വലിയ ബസ്സുകൾക്ക് 250 രൂപയും പാർക്കിംഗ് ഫീസായി നൽകണം. സ്റ്റിൽ ക്യാമറയ്ക്ക് 350 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 750 രൂപയും ക്ലോക്ക് റൂമിന് 25 രൂപയുമാണ് ടിക്കറ്റ് നിരക്കായി നിശ്ചയിച്ചിട്ടുള്ളത്. സുവോളജിക്കൽ പാർക്ക് ചുറ്റിക്കാണുന്നതിനായി KSRTCയുടെ 2 നോൺ AC ഇലക്ട്രിക് ബസ്സുകൾ സജ്ജമായതായും മന്ത്രി പറഞ്ഞു. ഈ ബസ്സുകളിൽ മുതിർന്നവർക്ക് 50 രൂപയും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 25 രൂപയുമായിരിക്കും ടിക്കറ്റ് നിരക്കെന്നും മന്ത്രി അറിയിച്ചു. സുവോളജിക്കൽ പാർക്കിന്റെ നടത്തിപ്പിനായി അഡ്വൈസറി കമ്മിറ്റിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഗവേണിംഗ് ബോഡിയും ഉൾപ്പെടെയുള്ള ഒരു സൊസൈറ്റി ആയിരിക്കും പ്രവർത്തിക്കുക. ഈ സൊസൈറ്റിയിൽ രാഷ്ട്രീയപരമായ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകില്ല. വകുപ്പ് മന്ത്രി അധ്യക്ഷനായി പ്രസ്തുത പോസ്റ്റുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിക്കൊണ്ടായിരിക്കും സൊസൈറ്റിയുടെ രൂപകൽപ്പനയെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയോടൊപ്പം ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്,
പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പവർ കമ്മിറ്റി കൂടി ടിക്കറ്റ് നിരക്ക് തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണ ഒരാൾക്ക് 100 രൂപയാണ് പ്രവേശന ഫീസ്. 5 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 30 രൂപയാണ്. സീനിയർ സിറ്റിസണിന് 50 രൂപയാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡായ ആളുകൾക്ക് പണം കൊടുക്കേണ്ടതില്ല. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ കിൻഡർ ഗാർഡൻ, LKG, UKG മുതൽ 4ാം ക്ലാസ് വരെ സൗജന്യമായിരിക്കും. 5 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയായിരിക്കും ഫീസ്. 20 കുട്ടികൾക്ക് ഒരു ടീച്ചറെ കൂടി 30 രൂപ നിരക്കി നമുക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി കഴിയും. പാർക്കിങ്ങിന് 2 വീലറിന് 25 രൂപ, ഓട്ടോയ്ക്ക് 30 രൂപ, കാറിന് 100 രൂപ, വാൻ, ടെമ്പോ, മിനി ബസ് തുടങ്ങി 32 സീറ്റുകൾ വരെയുള്ളവയ്ക്ക് 175, ബസ്സിന് 250, ക്യാമറയ്ക്ക് സ്റ്റിൽ ക്യാമറയ്ക്ക് 350, വീഡിയോ ക്യാമറയ്ക്ക് 750, ക്ലോക്ക് റൂം ഉപയോഗിക്കുന്നതിന് 25 രൂപ, നോൺ AC ബസ്സിൻ്റെ ചാർജ് അഡൽറ്റിന് 50 രൂപയും ചിൽഡ്രൻസിന് 25 രൂപയും എന്ന വിധത്തിൽ കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ടും സാധാരണ മൃഗശാലയിലുള്ളതുപോലെ 9 മണി മുതൽ 5 മണി വരെ തന്നെയായിരിക്കും ഇതിൻ്റെ പ്രവേശന സമയം. തിങ്കളാഴ്ച എല്ലാ മൃഗശാലയിലും ഉള്ളതുപോലെ ക്ലീനിങ്ങിനും മറ്റാവശ്യങ്ങൾക്കുമായിട്ടുള്ള മുടക്കു ദിവസമായിരിക്കും. നമുക്ക് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. 3 ഭക്ഷണശാലയാണ് ഇതിനു വേണ്ടി തയ്യാറാകുന്നത്. അപ്പോൾ ഒരു ഓൺലൈൻ ട്രേഡിംഗ് വഴി 54.44 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം ബംഗളൂരു എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് സ്വദേശി പോയിക്കര വീട്ടിൽ ജംഷാദിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 27 മുതൽ ജൂൺ 16 വരെയുള്ള കാലയളവിൽ ഓൺലൈൻ വഴി ട്രേഡിംഗ് നടത്തുന്നതിനായി വലപ്പാട് സ്വദേശിയിൽ നിന്നും 54.44 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴി അയച്ചു വാങ്ങി ലാഭവിഹിതമോ നിക്ഷേപിച്ച തുകയോ തിരികെ നൽകാതെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. തട്ടിയെടുത്ത പണം സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ച ഈ തുക ചെക്ക് വഴി പിൻവലിച്ച് പ്രധാന പ്രതികൾക്ക് നൽകി കമ്മീഷൻ കൈപ്പറ്റി തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടതിനാണ് ജംഷാദിനെ അറസ്റ്റ് ചെയ്തത്. ഒളിവിൽ പോയ പ്രതിയെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് പ്രകാരം ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. ഇയാൾ ബാങ്കോക്കിലേക്ക് കടക്കുന്നതിനായി ബംഗളൂരു വിമാനത്താവളത്തിൽ എത്തിയതോടെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ച് വിവരം ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയായിരുന്നു. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിമോദ് PM, വലപ്പാട് പോലീസ് സ്റ്റേഷൻ SI-മാരായ എബിൻ CN, ഹരി, ഗ്രേഡ് ASI-മാരായ ഭരതനുണ്ണി, ചഞ്ചൽ, ഗ്രേഡ് സീനിയർ CPO റഷീദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം VS പ്രിൻസ്, CPM ഒല്ലൂർ ഏരിയ സെക്രട്ടറി NN ദിവാകരൻ, കേരള കോൺഗ്രസ് M സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് താഴേക്കാടൻ, ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് CT ജോഫി, LDF കൺവീനർ റോസൽ രാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മാർച്ച് 8-നാണ് ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതേസമയത്ത് തൊട്ട് മുമ്പ് ഞാൻ ഇവിടെ തന്നെ വന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷനാണ്. കേരളത്തിൻ്റെ പഞ്ചായത്ത് തലത്തിൻ്റെ അന്ന് 3 പേരിൽ ആദ്യത്തെ ഒരാൾ നമ്മുടെ ഐക്യകണ്ഠേന എന്ന് പറയുന്ന രീതി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി 12 വോട്ട് ചെയ്തവർക്ക് പിന്നീട് ഖേദിക്കേണ്ടി വരില്ല എന്ന വിശ്വാസം വോട്ടർമാരിൽ സൃഷ്ടിക്കാം. ഇടതുപക്ഷം 10 വർഷമായി തുടരുന്ന വികസന പ്രവർത്തനങ്ങൾ തുടരാനുള്ള അവസരം ലഭിക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ പറഞ്ഞു. CPI പുതുക്കാട് പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI ജില്ലാ കമ്മിറ്റി അംഗം PK ശേഖരൻ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ്, PM നിക്സൺ, KM ചന്ദ്രൻ, VK വിനീഷ്, ഷീല ജോർജ്,
VR സുരേഷ്, CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, CPI അളഗപ്പനഗർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി KR അനൂപ് എന്നിവർ പ്രസംഗിച്ചു. ചെങ്ങാലൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 56ാമത് ചരമദിനം ആചരിച്ചു. പ്രസിഡന്റ് VV രാജേഷ്, സെക്രട്ടറി വിജയകുമാർ, ട്രഷറർ ചന്ദ്രമതി സുരേഷ്, ശോഭനകുമാരി എന്നിവർ ഭദ്രദീപം കൊളുത്തി സെക്രട്ടറി വിജയകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കമ്മിറ്റി അംഗങ്ങളായ ലീല ബാലകൃഷ്ണൻ, സുമതി, മാലതി, രുക്മിണി തുടങ്ങിയവർ സന്നിഹിതരായി. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,820 രൂപയും പവന് 1,18,560 രൂപയും രേഖപ്പെടുത്തി. മുരിങ്ങിക്കൽ പയ്യപ്പള്ളി മംഗലത്ത് പറമ്പിൽ പൗലോസ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് മുരിക്കിങ്ങൽ സെന്റ് ജോസഫ് പള്ളിയിൽ. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.